ഡാൻസ് ഒക്കെ പഠിച്ച് മൂകാംബിക അമ്മയുടെ മുന്നിൽ അരങ്ങേറുമ്പോഴേ കേശുട്ടൻ വളർന്ന് വലിയ കുട്ടിയായിട്ടുണ്ടാവും. അങ്ങനെ വലിയ ആളാകുമ്പോ ചേച്ചിക്ക് ചെലങ്ക കിട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയല്ലേ? ഇല്ല, ചേച്ചിയുടെ ചക്കര കുട്ടൻ. മൂകാംബിക ദേവി, എനിക്കിപ്പോ ഇങ്ങനൊരു സ്വപ്നം കാണിച്ചു തന്നത്. ആ മണി എന്റെ ചിലങ്കിൽ നിന്ന് തന്നെ പൊഴിഞ്ഞതാവോ? അതുകൊണ്ട് എന്താവും ദേവി തരുന്ന സൂചന? ഈ ചിലങ്കകൾ എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ദേവൂട്ടിയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ഈ പ്രായത്തിൽ ഞാൻ എന്തിനാ ഈ ചിലങ്കകൾ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ദേവൂട്ടി ചോദിച്ച പറയാൻ കൃത്യമായൊരു മറുപടി ഇല്ലല്ലോ എനിക്ക്. താൻ വീട് വിൽക്കാൻ പോകുന്നു എന്ന് ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞു. ശരിയാണോ? ശരിയാ മൂന്തേട്ടാ. ആ ഗഗന്റെ കട ഒഴിവാക്കാൻ എന്റെ മുന്നിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല. ചന്ദ്രശേഖരന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അയാൾ വിചാരിച്ചാൽ നടക്കും. അതാ ഞാൻ പറഞ്ഞു വന്നത്. അയാളുടെ കയ്യിൽ നല്ല പാർട്ടികളുണ്ട്. വീട് വിൽക്കുന്ന കാര്യം ഞാൻ ചന്ദ്രശേഖരനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല പാർട്ടികൾ വന്ന പറയാമെന്ന് അയാൾ പറഞ്ഞു. 1-2 മാസത്തെ സാവകാശം കിട്ടിയാലേ വീട് വിറ്റിട്ടാണെങ്കിലും ഗഗന്റെ കടം തീർക്കാമല്ലോ. എന്നാലും ഇത്തിരി ഉള്ളിലോട്ട് മാറിയാണെങ്കിലും ഒരു ചെറിയ വീട് വാങ്ങാനുള്ള കാശ് മിച്ചമുണ്ടാവും. എങ്കിൽ പിന്നെ അതാ സുരേന്ദ്ര നല്ലത്. ആ ഫ്രോഡിന്റെ ഇടപാട് തീർത്താ പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചുരുണ്ടുകൂടാലോ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആ വഴി നോക്ക്. ചന്ദ്രശേഖരൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെകുത്തന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് വന്നല്ലോ. ആ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ പരാതി കൊടുപ്പിച്ചോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടല്ല വിദ്യാമ്മ പരാതി കൊടുത്തത്. SI പറഞ്ഞതുകൊണ്ട് മാത്രമാ കട തുറന്നോളാം ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സൗജന്യം വീടിന്റെ കാര്യത്തിൽ കിട്ടത്തില്ല കേട്ടോ. ഒപ്പിട്ട് തന്ന മുദ്രപത്രം എന്റെ അടുത്തുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. 1 മാസത്തെ സമയം തന്നാ ഞാൻ എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഗഗന്റെ കടം വീട്ടിക്കോളാം. അതിനിപ്പോ പുറം പാർട്ടി അന്വേഷിക്കുന്ന എന്തിനാ? വീട് ഞാൻ എടുത്തോളാം. വീട് നീ എടുക്കുമായിരിക്കും. നിന്റെ കടം തീർന്നതായിട്ടും പറയും. പക്ഷെ അത് പോരല്ലോ. സുരേന്ദ്രനും കുടുംബത്തിനും എവിടെയെങ്കിലും ഒരു കൂര മേടിക്കാനുള്ള കാശും അതിൽ നിന്ന് കിട്ടണ്ടേ? ഓഹോ, അപ്പോ വിവിധോദ്ദേശ പദ്ധതികളാണല്ലേ? അതെ, അങ്ങോട്ട് കാശൊന്നും തരാനുണ്ടാവില്ല. വീടെടുത്തോണ്ട് ഞാൻ വേണമെങ്കിൽ ഈ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നക്കപ്പിച്ച കാശിന് നീ കൊള്ളലാഭം ഉണ്ടാക്കാൻ നോക്കണ്ട. വീട് സുരേന്ദ്രൻ നിനക്ക് തരില്ല. അത് പറയാൻ നീ ആരുടെ കള്ളക്കിളവാ? കൂട്ടുകാരനെ കണ്ട് കൊതി നുണയും പറയാൻ വന്നതാണെങ്കിലേ അതും കഴിഞ്ഞ് സ്ഥലം വിട്ടോണം. അല്ലാതെ ഇയാളെ പിരികേറ്റി ആലമ്പുണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ. എന്താ ഇത്? മൂന്നിട്ട് ഇവിടെ ഇവനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുക വേണ്ടത്. ഇറങ്ങിപ്പോടോ.
പറഞ്ഞു കേട്ടില്ലടോ. ഗംഗ വേണ്ട. ഒന്നുണ്ട.